കൊല്ലത്തെ പനയം പഞ്ചായത്തിൽ ഒരു കിടിലൻ സ്ഥാനാർത്ഥിയുണ്ട്. പേര് മഞ്ജു, ചിഹ്നം താമര. രാവിലെ മുതൽ തിരഞ്ഞെടുപ്പ് പ്രചരണവും വൈകിട്ട് മത്സ്യക്കച്ചവടവും. ആ സ്ഥാനാർത്ഥിയെ നമുക്കൊന്ന് കണ്ടുവരാം. വൈകുന്നേരം ഒരു 5 മണിയായാൽ പനയം പഞ്ചായത്തിലെ കാഞ്ഞിരംകുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ 15-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയെ കാണാം. എന്നും മഞ്ജു ചേച്ചി ഇവിടെ തന്നെയുണ്ട്. നാട്ടുകാരൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ കച്ചവടവും നടക്കുകയാണ്. എന്തായാലും ചേച്ചി പ്രചരണമൊക്കെ കഴിഞ്ഞിട്ട് കച്ചവടത്തിനായിട്ട് ഇറങ്ങിയാണ്. കുറച്ച് വീടുകൾ കയറി ഇറങ്ങി. ഇനി ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോകും. എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ? 8:30 വരെ ഉണ്ട്. രാത്രി 8:30. എങ്ങനെയുണ്ട് പ്രതീക്ഷ? ഇത്തവണ നല്ല പ്രതീക്ഷയുണ്ട് എനിക്ക്. എന്നുവെച്ചാൽ ഇത് മുൻപേ ഇരുന്ന മെമ്പർ നല്ല വികസനമാണ് നമ്മുടെ വാർഡിൽ ചെയ്തത്. അതുകൊണ്ട് അതേപോലെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ പാത പിന്തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹവും. അതുകൊണ്ട് എൻ്റെ കൂടെ അവരുണ്ട് എന്ന് എനിക്കറിയാം. കുറച്ചു കാലമായല്ലേ കച്ചവടമൊക്കെ തുടങ്ങിയിട്ട്? എങ്ങനെയുണ്ട് കച്ചവടം? നന്നായിട്ട് പോകുന്നുണ്ട്. കച്ചവടത്തിനൊപ്പം ഇനി ഈ നാട്ടിൽ വികസനം കൂടെ കൊണ്ടുവരണം. അതിനാണ് എൻ്റെ ശ്രമവും. അവരതിനാണല്ലോ എന്നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിന് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ജയിച്ചാൽ ഞാൻ 100% അതിന് ശ്രമിക്കും. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? പ്രചരണം കുഴപ്പമില്ല, നല്ല വർക്കുണ്ട്. ഞങ്ങൾ നല്ല സപ്പോർട്ടുണ്ട്. ആൾക്കാരുടെ ജനങ്ങളുടെ ഇടയിൽ നല്ല സപ്പോർട്ടുണ്ട് ഞങ്ങൾക്ക്. ഈ പഞ്ചായത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പല വികസന പദ്ധതികളും കൊണ്ടുവന്ന് വീടുകൾ വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ അത് പലതും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച നമുക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ആളുകളുടെ നല്ല പ്രതികരണമാണ്. നമുക്ക് ഇപ്പം ഇതുവരെ LDFന്റെ ഭരണമായിരുന്നു. നമുക്ക് കഴിഞ്ഞു പോയ കാലത്ത് മൊത്തം നമുക്ക് LDFന്റെ ഭരണമായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ കാലത്താണ് നമുക്ക് BJP നമ്മുടെ വാർഡിൽ എടുത്തത്. അപ്പോൾ അതിനുശേഷം ഈ 5 വർഷക്കാലം നല്ല വികസനമാണ് നമ്മളുടെ വാർഡിൽ. ഈ പഞ്ചായത്തിലായാലും പഞ്ചായത്തിൽ വികസനം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പഞ്ചായത്തിൽ നല്ല വികസനമുണ്ട്, പക്ഷെ വാർഡിലും നല്ല വികസനമുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഞങ്ങളുടെ മെമ്പറാണെങ്കിൽ 33 വീട് പഞ്ചായത്തിന് മേടിച്ചു കൊടുത്ത് 3 വീട് സ്വന്തമായിട്ട് കൊടുത്ത്. പിന്നെ ഞങ്ങളുടെ വാർഡിലാണെങ്കിൽ അംഗനവാടി ഇല്ലായിരുന്നു, അംഗനവാടി കെട്ടിടം ഇല്ലായിരുന്നു. അത് നിലവാരത്തിൽ വന്ന് പിന്നെ കുടിവെള്ള പദ്ധതി ഉണ്ടാക്കി. ഒരുപാട് കാര്യങ്ങൾ ആ കൊച്ചു ചെയ്തിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതേപോലുള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടിയ എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ ചെയ്യും. അങ്ങനെ മീനിനൊക്കെ നല്ല വിലയുണ്ടോ? മീന് നല്ല വിലയാണ്. എനിക്ക് ഈ കാക്ക എടുത്തോണ്ട് തരുന്നതാണ്. ഞാൻ കൂലിക്ക് വിറ്റ് കൊടുക്കുക, അല്ലാതെ ഞാൻ നീണ്ടരയിലോ കടപ്പുറത്തൊന്നും പോയി എടുക്കുകയല്ല. ഞാനൊരു വീട്ടിൽ ജോലിക്ക് പോവുക. അത് കഴിഞ്ഞിട്ടാണ് 4 മണിക്ക് ഇവിടെ വരും. അപ്പോൾ ഈ പുള്ളി വിറ്റ് കൊടുത്താൽ 400 രൂപ ശമ്പളം തരും. വീടിന്റെ കാര്യം നോക്കണം. എനിക്ക് സാമ്പത്തികമായിട്ട് നല്ല ബാധ്യതയുള്ള ആളാണ്. അപ്പോൾ അതും നോക്കണം. ഇത് കഴിഞ്ഞാലല്ലേ എനിക്ക് എൻ്റെ കാര്യം നടത്താൻ പറ്റത്തുള്ളൂ. ആളുകളായിട്ട് കൂടുതൽ ഇടപെടാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും എന്നെ സപ്പോർട്ടുണ്ട് എന്നോട്. അത്രയേ ഉള്ളൂ. അത് തീർച്ചയായും. എന്തായാലും നമുക്ക് കാണുന്നത് പോലെ തന്നെ ഒരു വലിയ ആൾക്കൂട്ടവും ഇവിടെയുണ്ട്. ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും ഈ ഒരു വികസന പദ്ധതികൾ സ്വന്തം നാട്ടിൽ നടപ്പിലാക്കണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് ഈ മഞ്ജു ചേച്ചിയും നമ്മളോട് പങ്കുവച്ചത്. എന്തായാലും ഇനി വരുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയപ്രതീക്ഷ തന്നെയാണ് BJPക്കുള്ളത്. കാരണം ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ പറഞ്ഞു, വലിയ വികസന പദ്ധതികൾ ഈ ഒരു വാർഡിൽ തന്നെ നടപ്പിലാക്കി എന്നുള്ളത്. അതിനിയും തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് അവർ നമുക്ക് ഉറപ്പു തരുന്നത്. ബിജു പരവൂരിനൊപ്പം M മനോജ്, ജനം, കൊല്ലം.